നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. അവൽ വിളയിച്ചതാണ്. പഴനുറുക്കൊക്കെ ചേർത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാവുന്ന ടിപ്പും ഞാൻ പറയുന്നുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാർക്കും പ്രീതാസ് ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ 1/2 കിലോളം ബ്രൗൺ മട്ട അവല് ആണ് എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ വൈറ്റ് അവലാണെങ്കിൽ അതും യൂസ് ചെയ്യാം. അല്പം തിക്കായിട്ടുള്ള അവലുണ്ടല്ലോ, അതെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് ഒരു 1/2 കിലോളം ഉണ്ട്. പിന്നെ എടുക്കുന്നത് ശർക്കരയാണ്. ഒരു 1/2 കിലോളം നമ്മൾ അവലാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 3 കട്ട ശർക്കരയാണ് എടുക്കുന്നത്. 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര നന്നായി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി അരിച്ച് മാറ്റി വയ്ക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇളക്കിയെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് വലിയ വട്ടുള്ള പാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഈ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഉരുളി നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു കൈപ്പിടി അളവിൽ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. തേങ്ങക്കൊത്ത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അല്ല, ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ തേങ്ങക്കൊത്തൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കോരി മാറ്റാണ്. ഇത്രയും മതി, നല്ല ഡാർക്കാക്കി ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കണം. അണ്ടിപ്പരിപ്പ് ഞാൻ ഒരു പിടിയോളം തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായി മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു കൈപ്പിടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 1-1.5 കൈപ്പിടി ഇട്ട് കൊടുക്കും. ഇതിൻ്റെ കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് ഓരോന്നായി മൂപ്പിച്ചെടുക്കുന്നതിന് പകരം ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ പണി എളുപ്പമായില്ലേ. അപ്പം അണ്ടിപ്പരിപ്പും പൊട്ടുകടലയും ഉണക്കമുന്തിരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള്, കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളും കൂടെ ചേർത്തിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്ക് ഇതിനെ കോരി മാറ്റാം. വീണ്ടും ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ല വലുപ്പമുള്ള ഒരു തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കുകയാണ്. 2-3 മിനിറ്റ് നേരം ഈ നെയ്യിലിട്ടിട്ട് ഈ തേങ്ങേനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിക്കേണ്ട, ജസ്റ്റ് ഒരു 3-4 മിനിറ്റ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ആ തേങ്ങയുടെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടാനും പിന്നെ നെയ്യും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും. അപ്പോൾ 2-3 മിനിറ്റ് വരെ നമുക്ക് ഇതിനൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഒരു 3-4 മിനിറ്റ് നേരം നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ തേങ്ങയെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 2-3 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് കിടക്കട്ടെ. അപ്പോൾ ഈ തേങ്ങയിലേക്കൊക്കെ നന്നായിട്ട് ശർക്കര പിടിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്നിങ്ങനെ മിക്സ് ആവട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് അവൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ശർക്കരപ്പാവും തേങ്ങയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവലിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഡയറക്റ്റായിട്ട് അവലിട്ട് കൊടുക്കുകയാണ്. അവൽ ചൂടാക്കാതൊക്കെയാണ് കേട്ടോ ഇടുന്നത്. കാരണം നമ്മളിത് ഇപ്പം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറേ നാളത്തേക്കൊക്കെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ഈ അവലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിപ്പോൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ്.
ഫ്ലെയിം വെരി ലോ ആണ് കേട്ടോ. വെരി ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും കുറേശ്ശെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അവലും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെരി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, പൊട്ടുകടലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേരുവകളെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം പതുക്കെ ഇതിനൊന്നിങ്ങനെ ഒതുക്കി വയ്ക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചൂടാറുമ്പോൾ ഇത് ഇത്തിരി കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. കുറേ കാലത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഞാനിപ്പോൾ ലൈറ്റായിട്ട് ബ്രൗൺ കളറാക്കി എടുത്തതാണ്. അതൊന്നും കൂടെ ബ്രൗൺ ആക്കി എടുക്കാം. പിന്നെ ഈ അവലൊന്ന് ചൂടാക്കിയിട്ടും കൂടെ ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ അവല് വിളയിച്ച് തയ്യാറായിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറേ കാലത്തേക്കൊന്നും ഞാൻ സൂക്ഷിച്ചു വെക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് ചെറുപഴം കൂടെ അരിഞ്ഞതും കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രസാദത്തിൻ്റെ സെയിം സ്വാദായി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറുപഴം ചേർക്കുകയാണ്. 2-3 ചെറുപഴം ഇങ്ങനെ വട്ടന അരിഞ്ഞത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അവല് വിളയിച്ചതോടെ തയ്യാറായിട്ടുണ്ട്. ഞാനിതിലേക്ക് പഴം നുറുക്കിയതും കൂടെ ചേർക്കുകയാണ്. പഴം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല കിടിലൻ സ്വാദാണ് കേട്ടോ. കുറേ കാലം സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ പഴമൊന്നും ചേർക്കരുതോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.